മിൽമ സമരം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയാണെന്ന് സമരസമിതി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. സമരം അവസാനിപ്പിക്കാൻ ഇടപെടാൻ തൊഴിൽ ക്ഷീരവികസന വകുപ്പ് മന്ത്രിമാരോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ 24-ന് വീണ്ടും ചർച്ച നടത്തും. MDയെ മാറ്റാൻ തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം തുടരുമെന്നും സംയുക്ത സമരസമിതി അറിയിച്ചു. മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചർച്ചയിലായിരിക്കും മിൽമ സമരത്തിന്റെ ഇനിയുള്ള ഭാവി തീരുമാനിക്കുക. എന്തായാലും തൽക്കാലത്തേക്കാണ് ഇപ്പോൾ സമരം നിർത്തിവച്ചിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഇടപെടലിലാണ് ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. മറ്റന്നാൾ മന്ത്രിതല ചർച്ച നടക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്. ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച പണിമുടക്കാണ് ഇപ്പോൾ താൽക്കാലികമായി പിൻവലിച്ചിരിക്കുന്നത്. സംയുക്ത യൂണിയനുകളുടെ പണിമുടക്ക് പിൻവലിച്ചിരിക്കുകയാണ്. മറ്റന്നാൾ മന്ത്രിതല ചർച്ച നടക്കും. ഈ ചർച്ചയിൽ ഉണ്ടാകുന്ന തീരുമാനം അനുസരിച്ചായിരിക്കും ഇനി സമരത്തിന്റെ ഭാവി എന്നത് തീരുമാനിക്കുക. തൊഴിൽ ക്ഷീരവികസന മന്ത്രിമാരാണ് യൂണിയനുകളുമായി ചർച്ച നടത്താൻ പോകുന്നത്. ഈ തീരുമാനത്തിൽ ഇപ്പോഴും ഈ സമരക്കാർ അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. MDയെ മാറ്റാൻ തീരുമാനമുണ്ടാകണം എന്നതാണ് അവരുടെ ആവശ്യം. MDയെ മാറ്റിയില്ല എങ്കിൽ, അങ്ങനെ ഒരു തീരുമാനമുണ്ടായില്ല എങ്കിൽ സമരം തുടരുമെന്നും സംയുക്ത സമരസമിതി അറിയിച്ചിട്ടുണ്ട്. വിരമിച്ച ശേഷവും തിരുവനന്തപുരം മേഖലാ MD IP മുരളിക്ക് പുനർനിയമനം നൽകിയതിൽ പ്രതിഷേധിച്ചാണ് ഈ സംയുക്ത സമരസമിതിയുടെ പണിമുടക്ക് ആഹ്വാനം ചെയ്തതും പണിമുടക്ക് തുടങ്ങിയതും. ആ സമരമാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് മുഖ്യമന്ത്രിയുടെ ഇടപെടലിൽ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത്. VV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി സമരം പിൻവലിക്കുന്നു. പക്ഷേ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചർച്ചയുടെ തീരുമാനം ആശ്രയിച്ചിരിക്കും ഇതിന്റെ ഭാവിയെന്ന് സംയുക്ത യൂണിയൻ പറയുകയാണ്. ഒത്തുതീർപ്പിനുള്ള സാധ്യതകളാണോ നിലനിൽക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് ഇപ്പോൾ സമരം ഈ രീതിയിലെങ്കിലും തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ ഇടയാക്കിയത്. മുഖ്യമന്ത്രി തൊഴിൽ മന്ത്രി V ശിവൻകുട്ടിയോടും ക്ഷീരവികസന മന്ത്രി ചിഞ്ചുറാണിയോടും ഈ വിഷയത്തിൽ ഇടപെടാനും സമരസമിതിയുമായി അടിയന്തരമായി ചർച്ച നടത്താനും നിർദ്ദേശിക്കുകയായിരുന്നു. നാളെ ചർച്ച നടക്കാത്തതിന് കാരണം നാളെ സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ സമാപന ദിവസമാണ്. രാവിലെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൗരപ്രമുഖരുടെ യോഗവും വൈകുന്നേരം ഈ സമാപന സമ്മേളനവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരണവും ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രിമാർ തിരക്കിലാണ്. അതിനാലാണ് മറ്റന്നാൾ 24-ാം തീയതി രാവിലെ 11 മണിക്ക് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. ആ ചർച്ചയിൽ സമരസമിതി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും. MDയെ ആ സ്ഥാനത്ത് മാറ്റണം, തുടർ നിയമനം നൽകിയ MDയെ മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും. അതിൽ തീരുമാനമായില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് സമരസമിതിയുടെ നിലപാട്. മുഖ്യമന്ത്രിയുടെ ഇടപെടലും 2 മന്ത്രിമാർ രേഖാമൂലം ഉറപ്പ് നൽകിയതുമാണ് തൽക്കാലത്തേക്ക് സമരം അവസാനിപ്പിക്കാൻ സമരസമിതിയെ പ്രേരിപ്പിച്ചത്. പക്ഷേ ഈ ആവശ്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്നാണ് അല്പസമയവും സമരസമിതി നേതാക്കൾ വ്യക്തമാക്കിയത്. CITUവും INTUC സംയുക്തമായാണ് ഇതിന്മേൽ സമരാഹ്വാനം നടത്തിയിട്ടുള്ളത്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴത്തേത് താൽക്കാലികമായിട്ടുള്ളൊരു തീരുമാനമാണ്. 24 നടക്കുന്ന മന്ത്രിതല ചർച്ചയിലായിരിക്കും ഇക്കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചാൽ സമരം പൂർണ്ണമായും പിൻവലിക്കും.